നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ശ്ലോകം 4. അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവും വരാതിമഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താം അറിവിലമർന്ന് അതുമാത്രമായിടേണം. ഉണർവിലും സ്വപ്നത്തിലും അനുഭവിച്ചു പോരുന്ന അറിവ് വിരാമമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു വിഷയത്തിൽ നിന്നും വേറൊരു വിഷയത്തിലേക്ക്, ഒരാശയത്തിൽ നിന്നും വേറൊരാശയത്തിലേക്ക് ബോധം മറിഞ്ഞു മറിഞ്ഞു പോകുന്നു. അതിൽ ഒരിനമെടുക്കുക. ഒരു കുട്ടിയെ കാണുന്നു. അപ്പോൾ തന്നെ അവൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇത് എൻ്റെ മകൻ എന്ന് തിരിച്ചറിയുന്നു. തിരിച്ചറിവ് വെറും ഒരു ആശയമല്ല. എൻ്റെ മകൻ എന്നത് പൊടുംതനവേ ഒരു വലിയ മൂല്യമായി ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നു. ആ മൂല്യബോധം ഉളവാക്കുന്ന ആനന്ദം നൊടിയിടയിൽ അടിമുതൽ മുടിവരെ വ്യാപിക്കുന്നു. അവാച്യമായ ഒരു നിർവൃതി തന്നെ ആ അറിവിലുണ്ട്. അതിനെയാണ് അറിഞ്ഞിടുമർത്ഥവും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അർത്ഥം എന്നതിനെ വിഷയത്തിൻ്റെ ലക്ഷണ സംയുക്തമായ സാങ്കേതികത എന്നും ആ വിഷയം ഉൾക്കൊള്ളുന്ന മൂല്യം എന്നും ഒപ്പം മനസ്സിലാക്കണം. ഓരോ വിഷയത്തെയും അർത്ഥപൂർണമാക്കുന്നത് അത് ഉൾക്കൊള്ളുന്ന താത്പര്യമാണ്. താൽപ്പര്യം വരുന്നത് ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന വാസനയിൽ നിന്നാണ്. ആയിരം വാസനകൾ നമ്മുടെ ഉള്ളിൽ ലീനമായി കിടക്കുന്നു. എല്ലാ വാസനകളും സുഖദായകമല്ല. ചിലത് ഭയമുണ്ടാക്കുന്നവയാണ്. മറ്റു ചിലത് വെറുപ്പുണ്ടാക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് ഉണർന്ന് ഒരു ബാഹ്യവസ്തുവിനോടോ വ്യക്തിയോടോ സന്ദർഭത്തോടോ അറിവിനെ ഉത്കടമായി ബന്ധിപ്പിക്കുമ്പോൾ വാസന തന്നെ ബാഹ്യ വിഷയമായിത്തീരുന്നു. നമ്മുടെ മനസ്സിൽ ആ വിഷയം അപ്പോൾ ആകർഷണമോ വികർഷണമോ ഉണ്ടാക്കുന്നു. ഇതെൻ്റെ മകൻ എന്ന അഭിമാനം ഉള്ളിൽ വിജൃംഭിക്കുമ്പോൾ ഞാൻ എന്ന അറിവും മകൻ എന്ന അറിവും ആനന്ദം എന്ന അനുഭവത്തിൽ അലിഞ്ഞു ചേർന്ന് ഒന്നായിത്തീരുന്നു. വെറുപ്പുണ്ടാകുമ്പോഴും ഇങ്ങനെ തന്നെ. വിഷയവും അഹങ്കാരവും ഒരുപോലെ അസഹ്യമായി അനുഭവപ്പെടുന്നു. ഈ താത്പര്യങ്ങളെല്ലാം എങ്ങനെയാണ് പ്രകാശിതമാകുന്നത്? അനാദികാലം മുതൽ ജീവനെ പ്രകാശിപ്പിക്കുന്നതായ ചിച്ഛക്തി ശരീരമുള്ളവയെയെല്ലാം ചേതന ഉള്ളതാക്കുന്നു. ചേതന ഉണ്ടാകുമ്പോൾ വാസന ഉണരുന്നു. വ്യക്തിയുടെ പല വാസനകളും പൂർവികമായ അനുഭവത്തിൻ്റെ അനുസ്മരണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെങ്കിലും അതിനു മുമ്പായി തന്നെ വ്യഷ്ടീകരണത്തെ ഉണ്ടാക്കുന്നതായ ചില ആദിരൂപങ്ങളുടെ ഉണ്മ പ്രകൃതിയായി തന്നെ
സർവേശ്വരന്റെ നിയമനത്തിൽ നിലനിന്നു പോരുന്നു. അതിനെ സമഷ്ടിയുടെ വാസന എന്നു പറയാവുന്നതാണ്. ഈ വാസനയുടെ അധിഷ്ഠാനം ദൈവം തന്നെയാകുന്നു. അതിനെ തന്നെയാണ് ഗുരു ഇവിടെ ആദിമഹസ്സെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അറിവ് അനാദിയായിരിക്കുന്നത് പോലെ അനന്തശക്തികളോടു കൂടിയതുമാണ്. നമ്മിലുണരുന്ന അറിവ് അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന താല്പര്യത്തിൽ മാത്രം തളം കെട്ടി നിൽക്കുന്നതിനു പകരം സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തി സ്നേഹപ്പരപ്പിൻ കടലായി വിലാസം ചെയ്യുന്ന ജഗതീശ്വരന്റെ തന്നെ ദർശനമായി തീരുന്ന പക്ഷം വിഷയത്തിൽ യാതൊരു ആനന്ദത്തെ കാമിച്ചുവോ അതുതന്നെ പരമാനന്ദത്തിലേക്ക് നമ്മെ നയിക്കാതിരിക്കുകയില്ല. വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് പോകുന്ന അറിവിനെ വിഷയബോധത്തിൽ നിന്നും ദൈവദർശനത്തിലേക്ക് കൊണ്ടുപോയി ഒരിക്കലും മുറിയാത്ത ഒരു ദിവ്യാനുഭൂതിയാക്കുവാൻ സദാ ശ്രമിക്കണം.